നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 രണ്ടാമതൊന്നുണ്ട് എന്ന ചിന്തയാണ് നമ്മെ ഭയത്തിന് അടിമയാക്കുന്നത്. ഭയത്തെ അതിക്രമിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഉപനിഷത്ത് സാര സർവസ്വം ആറ്റിക്കുറുക്കി രണ്ടക്ഷരത്തിൽ പറയാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ പറയും അഭീം എന്ന്. നീ ഭയപ്പെടരുത് എന്നാണ് ആ വാക്കിനർത്ഥം. ഏറ്റവും വലിയ ഭയം മരണഭീതിയാണ്. ആ വലിയ ഭയത്തിൽ നിന്ന് മുക്തനാകാനാണ് ഭാരതീയ ആചാര്യന്മാർ നമ്മെ ഉപദേശിക്കുന്നത്. ദേവി എല്ലാ ഭയങ്ങളെയും ദൂരീകരിക്കുന്നവളാണ്, ഭയാഭയയാണ്. ഭയത്തെ അകറ്റുന്നവളാണ് ദേവി. വനത്തിലാകട്ടെ, വിജനതയിലാകട്ടെ, ജലത്തിലാകട്ടെ, ഹിംസജന്തുക്കളുടെ ക്രൂരമായുള്ള ഭീതിജനകമായ ആവാസഭൂമിയാകട്ടെ, ഏത് സാഹചര്യത്തിലായാലും ഭയനിവാരണത്തിന് ദേവിയുടെ നാമജപം മാത്രം മതിയാകും ഭീതി അകന്നു മാറാൻ. യഥാചിത്തം തഥാ ജഗത് എന്നാണ് പ്രമാണം. മനസ്സ് നിറയെ ദേവിയായാൽ ആ മനസ്സിൽ ഭീതിക്ക് ഇടമില്ല. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം. മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലഃ സർവം. മായാമയമിദമഖിലം ഹിത്വാ മായാമയമിദമഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. നമ്മുടേതെന്ന് കരുതുന്നതെല്ലാം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. സമ്പന്നൻ അതിദരിദ്രനാകാനും സുന്ദരൻ വിരൂപനാകാനും ഒരു നിമിഷം മതി. ഈ വകയിലൊന്നും ഗർവം തോന്നരുതെന്നും ഇതെല്ലാം മായാമയങ്ങളാണെന്നുമാണ് ഗുരു ശിഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്. ധനജന യൗവനാദിയിലുള്ള ഗർവത്തെയെല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മപദത്തെ അറിഞ്ഞ് പ്രവേശിക്കൂ എന്നുപദേശിക്കുന്ന ഭജഗോവിന്ദത്തിലെ ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ
മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭജഗോവിന്ദമെന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ധനജന യൗവന ഗർവം മാ കുരു. ധനജന യൗവന ഗർവം. ധനം, ജനം, യൗവനം ഇവയെല്ലാം ഹേതുവായുള്ള ഗർവം. ഗർവം, ദുരഹങ്കാരം, ഞാൻ തന്നെ കേമൻ എന്നുള്ള ഭാവം. ഇവിടെ ധനം, ജനം, യൗവനം എന്നിവ ഉപലക്ഷണാർത്ഥത്തിൽ പറഞ്ഞതാണ്. അതുപോലെ മറ്റ് പലതിനെ സംബന്ധിച്ചും നമുക്ക് ഗർവം ഉണ്ടാവാം. ഞാൻ വലിയ വിദ്വാനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ സുന്ദരനാണ്, സുന്ദരിയാണ്, പ്രഭാവശാലിയാണ്, ബുദ്ധിശാലിയാണ്, ഇങ്ങനെയൊക്കെ വരാം. ഇങ്ങനെയുള്ള ഒരു ഗർവവും ഉണ്ടാവരുതേ എന്ന് നേരെ ഉപദേശിക്കുകയാണ് മാ കുരു. അപ്പം ശിഷ്യനോട് നേരിട്ട് ഉപദേശിക്കുകയാണ് മാ കുരു, നീ ചെയ്യരുത്, നീ ചെയ്യരുത്. എന്തിനാ ചെയ്യരുത്? ധനജന യൗവന ഗർവം. അതിൻ്റെ നിസ്സാരതയെ ചൂണ്ടിക്കാണിക്കുന്നു. ഹരതി നിമേഷാത് കാലഃ സർവം. കാലഃ സർവം നിമേഷാത് ഹരത്യവ. കാലൻ ഒരു നിമിഷ നേരം കൊണ്ട് ഇതിനെ മുഴുവൻ ഇല്ലാതാക്കും. വലിയൊരു ധനികൻ ഒരു നിമിഷം കൊണ്ട് ധനികൻ അല്ലാതാവാം. അതിനേറെ താമസമൊന്നുമില്ല. ഇനി അയാളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ഏതൊരു സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ ധനികനെന്ന് അഭിമാനിച്ചത്, ആ സമ്പത്ത് അയാൾക്ക് നഷ്ടപ്പെടുന്നില്ല. എന്നാൽ ആ സമ്പത്ത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അയാൾ എത്തിയാലോ, പിന്നെ അയാളെങ്ങനെ ധനികൻ എന്ന് പറയുക? വലിയ ധനികൻ, കോടീശ്വരൻ നടന്നു പോകുമ്പോൾ ഒന്ന് കമിഴ്ന്നടിച്ച് വീണു, തലയടിച്ച് വീണു, ഓർമ്മയില്ലാതായി. അഥവാ ചിത്തവിഭ്രമം വന്നു, താൻ ആരെന്ന് പോലുള്ള സ്മൃതി അയാൾക്കില്ലാതായി. അയാളുടെ ധനം കൊണ്ടെന്ത് കാര്യം? അയാൾ ചിലപ്പോൾ ഭിക്ഷ യാചിച്ച് നടന്നെന്ന് വരും, വല്ലതും തരണേ എന്ന്. കോടീശ്വരനാണ്, പക്ഷേ ആ ഭാനമില്ലാതാകുന്നു. ധനമില്ലാതാവാൻ ഒരു നിമിഷം വേണ്ട. ധനം വിനിയോഗിക്കാൻ സാമർഥ്യമില്ലാതാകാനും ഒരു നിമിഷം വേണ്ട. ധനികനാണെന്ന ബോധമില്ലാതാവാനും ഒരു നിമിഷം വേണ്ട. ഇത് ഓർമ്മിക്കേണ്ടതാണ്. അതുപോലെ ജന എന്ന് പറയുന്നു. ജനമെന്ന് പറയുന്നത് കൊണ്ട് ധാരാളം പരിജനങ്ങൾ, സേവകന്മാർ ധാരാളമുണ്ട്. വലിയ ധനികന്മാരാകുമ്പോൾ ധാരാളം സേവകന്മാർ ചുറ്റും ഉണ്ടാവും. സേവ ചെയ്യാൻ, പുകഴ്ത്താൻ, എപ്പോഴും പ്രശംസിച്ചുകൊണ്ട് കാര്യസാധ്യത്തിന്. അല്ലെങ്കിൽ ചില നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ ചുറ്റുപാട് ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ധാരാളം ജനങ്ങൾ തൻ്റെ കൂടെ പരിജനങ്ങളായിട്ടോ കൂട്ടുകാരായിട്ടോ സേവകന്മാരായിട്ടോ ഇല്ലെങ്കിൽ തൻ്റെ അനുയായികളായിട്ടോ അങ്ങനെയൊക്കെ വരാം. ഞാൻ വലിയ ഗുരുനാഥനാണ്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ ഞാൻ വലിയൊരു ദിവ്യനാണ്, ഒരുപാട് ഭക്തന്മാരുണ്ട് എന്നൊക്കെ വരാം. ഇതിലൊന്നും അഹങ്കരിക്കരുതേ. ഒരു നിമിഷം മതി ഈ കാലന് നിന്നെ തന്നെ കൊണ്ടുപോവാൻ. പറയുകയാണ് നമ്മളോട്, ഹരതി നിമേഷാത് കാല സർവം. അഥവാ ധനമില്ലാതായി, എന്തിൻ്റെ പേരിലാണോ വലിയൊരു സുഹൃത് ബന്ധം കൂടെ സഞ്ചരിച്ചത്, അത് ഇല്ലാതാവാൻ ഒരു നിമിഷം മതി. ഓർമ്മിക്കുക. യൗവനഗർവം, യൗവനം ഒരു നിമിഷം വേണോ? ഒന്ന് വീണാൽ മതി, ഒരു യാത്രയിൽ വാഹനം കൂട്ടി മുട്ടിയാൽ മതി,
എന്തെങ്കിലും ഒരു വസ്തു തൻ്റെ ദേഹത്തേക്ക് വീഴുകയോ താൻ മറ്റൊരിടത്തേക്ക് വീഴുകയോ ചെയ്താൽ മതി. അഥവാ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ മതി. ഒരു നിമിഷം വേണ്ട ഇതൊന്നും സംഭവിക്കാൻ. അതോടുകൂടി യൗവനം പോയി, ശക്തി പോയി, എല്ലാം പോയി. ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണെന്ന അഭിമാനം, അതും ഇങ്ങനെ തന്നെ. ഞാൻ വലിയ പഠിച്ച ആളാണ്. ചിലപ്പോൾ നമ്മൾ പറയും വിദ്യ നശിക്കില്ല, വിദ്യ ആരും കൊണ്ടുപോവില്ല, കള്ളന്മാർ കൊണ്ടുപോവില്ല, കൊടുക്കും തോറും ഏറിടുന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഒന്ന് നിലത്ത് വീണാൽ മതി, തലയുടെ ഒരു പ്രത്യേക ഭാഗം അടിച്ചാൽ മതി, ഭ്രാന്തായി, ഓർമ്മയില്ലാതായി, പിന്നെന്ത് വിദ്വാനാണ്? അല്ലെങ്കിൽ ശിരസിലുള്ള ഒരു നാഡിയുടെ സ്പന്ദനത്തിൽ ഭേദം വന്നാൽ മതി, പിന്നെന്ത് വിദ്വാൻ? പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ഒന്നിൻ്റെ പേരിലും നമുക്ക് അഹങ്കരിക്കാനില്ല. ഒന്നിൻ്റെ പേരിലും ഞാൻ വലിയ ശില്പിയാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ചിത്രകാരനാണ്, ഞാൻ വലിയ എഴുത്തുകാരനാണ്, എൻ്റെ കൈ പോവാൻ ഒരു നിമിഷം മതി. ഞാൻ വലിയ പ്രസംഗകനാണ്, നാവ് ചലനരഹിതമാവാൻ ഒരു നിമിഷം മതി. അപ്പോൾ ഒന്നിൻ്റെ പേരിലും നമുക്ക് അഹങ്കരിക്കാനില്ല. അതാണ് ഹരതി നിമേഷാത്, നിമിഷ നേരം കൊണ്ട്. കാലൻ അഥവാ കാലം, രണ്ടർത്ഥം, എല്ലാം ഹരിക്കും. ഇത് നമ്മൾ ഓർമ്മിച്ചിട്ട് വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. ഒന്നിൻ്റെ പേരിലും ദുരഹങ്കാരത്തിന് സാധ്യതയില്ല. അതാണ് മാ കുരുധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം എന്ന് പറയുന്നത്. പിന്നെന്താണ് ശ്രദ്ധിക്കേണ്ടത്? തുടർന്ന് പറയുന്നു, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദുർവാസാവ് മഹർഷി തൻ്റെ ജടയെ നിലത്തടിച്ച് അതിൽ നിന്ന് സൃഷ്ടിച്ച കൃത്യ എന്ന് പറഞ്ഞ ഭീകര രൂപം അംബരീഷൻ്റെ അരികിലേക്ക് വന്നു. പതറാതെ നിന്ന അംബരീഷൻ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഭാഗവതം പറയുന്നു. പ്രാഗ്ദിഷ്ടം ഭൃത്യരക്ഷായാം പുരുഷേണ മഹാത്മന ദദാഹകൃത്യാം താം ചക്രം ക്രുദ്ധാഗി ഇവ പാവക പറയുകയാണ്. ഭൃത്യനായ അംബരീഷ മഹാരാജാവിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് മുന്നിലെ സർവേശ്വരനാൽ ആയ ഭഗവാൻ ശ്രീഹരിയാൽ ആജ്ഞാപിക്കപ്പെട്ട സുദർശന ചക്രം. ഭഗവാൻ എപ്പോഴോ തൻ്റെ ഭക്തനായിക്കൊണ്ട് നൽകപ്പെട്ടിരിക്കുന്ന സുദർശന ചക്രം ക്രോധിച്ച് നേർക്ക് പാഞ്ഞു വരുന്ന ആരെയാ? കൃത്യയെ. സർപ്പത്തെ അഗ്നി എന്ന പോലെ എന്ത് ചെയ്ത് രാജാവിൻ്റെ നേരെ പാഞ്ഞുകൊണ്ടെടുക്കുന്ന കൃത്യയെ അതങ്ങ് ദഹിപ്പിച്ചു കളഞ്ഞു സുദർശന ചക്രം. എന്താണ് നമ്മൾ ആലോചിക്കേണ്ടതെന്നുള്ളത് നോക്കുക. സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഭഗവത് ആരാധന നടത്തുന്ന ഭക്തന്മാർക്ക് ഇതുപോലുള്ള കൃത്യകളുടെ ആക്രമണങ്ങളുണ്ടാകുമ്പോൾ അതിനെ ദഹിപ്പിക്കുവാൻ ആ നിയന്ത്രണമുള്ള മനസ്സുകൾക്ക് സാധിക്കുന്നു. അങ്ങനെ സുദർശനം നമ്മുടെ കയ്യിൽ, എല്ലാത്തിനെയും സൂക്ഷ്മമായിട്ട് ദർശിക്കാൻ കഴിയുന്ന ദർശനത്വം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള കൃത്യകളെ ആക്രമിച്ച് തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം പറയുന്നു. പിന്നെയോ നേരിട്ട് വരുന്ന ആ സുദർശന ചക്രത്തെ കൃത്യയും നശിപ്പിച്ചത് കണ്ടപ്പം ഭയപ്പെട്ട ദുർവാസാവ് പ്രാണൻ നശിക്കാതിരുന്നാൽ മതിയെന്നുള്ള വിചാരമുള്ളിൽ കടന്നുകൊണ്ട് എന്ത് ചെയ്ത് ദിക്ക് തോറും ഓടിത്തുടങ്ങി. ഇങ്ങനെ പല ദിക്കിലേക്ക് അദ്ദേഹം പോയി. ആ ദിക്കിലേക്ക് പോയപ്പോൾ ആദ്യം ചെന്ന് ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മദേവൻ്റെ അരികിലാണ്. അപ്പം കാട്ടുതീയിൽ സർപ്പം പെട്ടുപോയാൽ എന്തായിരിക്കും? കാട്ടുതീ തൊട്ട് പിന്നാലെ വരുന്ന കണ്ട് സർപ്പം ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ കാറ്റിൻ്റെ ശക്തിയാൽ അഗ്നി കത്തിജ്വലിക്കുമ്പോൾ എങ്ങനെയാണോ സർപ്പം അതിനകത്ത് പെട്ടുപോകുന്നത് പോലെ ഭയക്രാന്തനായ ദുർവാസാവ് സുദർശന ചക്രത്തിൽ നിന്ന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആദ്യം ചെന്ന് ചേരുന്നത് ആരുടെ അരികിലാണ്? ബ്രഹ്മദേവൻ്റെ അരികിലേക്കാണ്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ അരികിൽ ചെന്ന് തൻ്റെ മനസ്സിൽ ഉള്ള ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്. എന്താ പറയുന്നത്?
സകല ദിക്കിലും സഞ്ചരിച്ച് ഒരു ദിക്കിലും തനിക്ക് രക്ഷയില്ലെന്ന് കണ്ടിട്ടാണ് ബ്രഹ്മദേവൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നത് ആര്? ദുർവാസാവ്. അങ്ങനെ മനസ്സിൽ ഭീതനായിക്കൊണ്ട് ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് രക്ഷിതാവായിരിക്കുന്ന ബ്രഹ്മദേവനോട് യാചിക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ തേജസ്വരൂപമായിരിക്കുന്ന സുദർശന ചക്രത്തെ പിന്നിൽ കണ്ടുകൊണ്ടും ഭയത്തോടുകൂടി തന്നെ ആശ്രയിച്ചിരിക്കുന്ന ദുർവാസാവിനെ കണ്ടുകൊണ്ടും ഇപ്രകാരം പറയുന്നു. എന്താ പറഞ്ഞത്? സ്ഥാനം മദീയം സഹവിശ്വമേതത് ക്രീഡാവസാനെ ദുപരാർത്ഥസപ്ഞേ ഭ്രൂഭംഗമാത്രേണ ഹി സന്ധിദക്ഷോ കാലാത്മനോ യസ്യ തിരോ ഭവിഷ്യതി. ഇതാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മഹാപ്രഭുവായിരിക്കുന്ന ശ്രീഹരിയുടെ, സർവത്തിനും നാഥനായിരിക്കുന്ന ശ്രീഹരി വിഷ്ണു ഭഗവാന്റെ, ശ്രീഹരിയുടെ ചക്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് അങ്ങേ രക്ഷിക്കുന്നതിനായിട്ട് ഞാൻ സമർത്ഥനല്ല. മനസ്സിലായല്ലോ? സർവത്തിനെയും സംരക്ഷിക്കുകയും സ്ഥിതിപാലകനും സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ശ്രീഹരിയുടെ ചക്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് അങ്ങയെ സംരക്ഷിക്കാൻ ഞാൻ അയോഗ്യനാണ്. എന്തുകൊണ്ടാണ്? വിഷ്ണു ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് വന്ന താമരയിലാണ് ഞാൻ ഉത്ഭവിച്ചത്. അപ്പോൾ എൻ്റെ സൃഷ്ടിയുടെ കാരണഭൂതൻ ആരാ? സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. പിന്നെ പറയാം എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഈ സ്ഥാനവും സർവലോകവും ദീപരാർത്ഥമെന്ന് പേരായ ക്രീഡാകാലാവസാനത്തിൽ ഈ ലോകത്തെ മുഴുവനും ദഹിപ്പിക്കാൻ ഇച്ഛിക്കുന്ന കാലസ്വരൂപനായിരിക്കുന്ന, കാലത്തിനെല്ലാം സ്വരൂപമായിരിക്കുന്ന ആ ഭഗവാന്റെ പുരികങ്ങളുടെ ചലനമാത്രത്താൽ നശിക്കുന്നതാകുന്നു. ഭഗവാന്റെ പുരികമൊന്ന് ചലിച്ചാൽ തന്നെ നശിക്കുന്നതായിരിക്കുന്ന ഈ ലോകത്തിൽ ഭഗവാന്റെ സുദർശന ചക്രം തന്നെ വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക? അതുകൊണ്ട് ഞാനും ആരും തന്നെ ഇതിന് യോഗ്യരല്ല എന്ന് ബ്രഹ്മദേവൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല അങ്ങേ രക്ഷിക്കാൻ സമർത്ഥനല്ലായിരിക്കുന്നത്, ഈ ദേവന്മാരാരും സമർത്ഥരല്ല. ദേവന്മാർക്ക് പോലും അതിനുള്ള സാമർഥ്യം ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. നോക്കുക, ഇവിടെ ദുർവാസാവ് മഹർഷി തപോനിഷ്ഠനാണ്, ജ്ഞാനിയാണ്, ഒക്കെയാണെങ്കിൽ കൂടിയും അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് തൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മദേവനെ ആശ്രയിച്ചപ്പോൾ ബ്രഹ്മദേവനും അവിടെ കൈമലർത്തി കാണിച്ചു. എന്താ? ഭക്തപരാധീനനാണ് വിഷ്ണു ഭഗവാൻ. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിന്നെ സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവസമൂഹങ്ങളും ഞങ്ങൾ ആരും, ദേവേന്ദ്രന് പോലും ആ ആജ്ഞയെ ധിക്കരിക്കാൻ കഴിയില്ല, ആ നിയമത്തിന് അധീരരാണ് ഞങ്ങളെല്ലാവരും. ലോകഹിതമാകുന്ന ഭാരത്തെ ശിരസിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ ഇച്ഛാനുസരണമാണ് ഞങ്ങളെല്ലാം വർദ്ധിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ബ്രഹ്മദേവൻ. എന്ന് പറഞ്ഞിട്ട് തിരിച്ച് തനിക്കതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് ബ്രഹ്മദേവൻ പറഞ്ഞതായിട്ട് പറയുന്നതാണ് ഭാഗവത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭക്തന്മാർക്ക് കിട്ടുന്ന അനുഗ്രഹം, ഭക്തിയോടുകൂടി ജീവിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം എത്ര ധന്യമാണ്, ഭഗവാൻ എത്ര കടാക്ഷമാണ് ഭക്തന്മാരിൽ ചൊരിയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഭക്തിയെ ഭജിക്കുക, ജീവിതം സാർത്ഥകമാക്കുക. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പ്രഭാതപുഷ്പപരാഗം ചൂടി പ്രദക്ഷിണം വയ്ക്കും വലാഹകങ്ങളെ നിങ്ങൾ ദക്ഷിണമൂകാംബിയിലേക്കോ മടങ്ങിയതുവഴി വരുമോ
വന്നാൽ പ്രസാദമേകാമോ? പ്രകാശമായി വാഗീശ്വരിയരുളും പ്രസാദമേകാമോ? പ്രഭാത പുഷ്പപരാഗം ചൂടി പ്രദക്ഷിണം വയ്ക്കും വലാഹകങ്ങളെ നിങ്ങൾ ദക്ഷിണമൂകാംബിയിലേക്കോ മടങ്ങിയതുവഴി വരുമോ? വന്നാൽ പ്രസാദമേകാമോ? പ്രകാശമായി വാഗീശ്വരിയരുളും പ്രസാദമേകാമോ? വെള്ളത്താമര നിലയനമതിലായി വെണ്ണ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ. വെള്ളത്താമര നിലയനമതിലായി വെണ്ണ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ. ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ. ഉള്ളമഴിഞ്ഞൊരു ഉറവാൽ വൈഖരി നിറയും സരസിതു മനസ്സല്ലോ. വെള്ളത്താമര നിലയനമതിലായി വെണ്മ പകർന്നൊരു സരസി വീണ പാണി വിനോദിനി വാങ്മൈ വാണി ദേവീരിപ്പൂ. കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ. കരതലമാർന്നൊരു വീണയിൽ നിന്നും ഉണരും സാമജഗീതങ്ങൾ. ആപദമധുരം ആമയരഹിതം ആ മൃദുഗാനതരംഗിണികൾ. നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി. നാദബ്രഹ്മ പരാപര സുകൃതം നാവിതിലരുളുക നീ ദേവി. കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ. കരമതിലേന്തും ശ്രുതിവരഗന്ധം കരുതും വാങ്മയലോകങ്ങൾ. വാഗർത്തങ്ങളിണക്കിയുണർത്തും ആരണ ചതുരം ആലോകം. മനനാമൃതമൊരു വാങ്മയ സുകൃതം മറയാതരുളുക മമനാവിൽ. മനനാമൃതമൊരു വാങ്മയ സുകൃതം മറയാതരുളുക മമനാവിൽ.